നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് ചോദ്യം. ജിമ്മി, ഒറ്റനോട്ടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഒരു കാളികൂളി സംഘം ഇന്ന് ആക്രമണം നടത്തുകയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഞാൻ കാണുന്നത് ഇത് റിപ്പോർട്ടർ ടി വിക്കെതിരായ ഒരു ഹിറ്റ് ജോബാണ്. പെട്ടെന്ന് ഒരു ദിവസം റിപ്പോർട്ടർ ടി വിയെ കാണുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് എവിടുന്നാണ് തുടങ്ങുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു ശബ്ദരേഖ നമ്മൾ പുറത്തുവിട്ടത് മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതാണ് ഇതിൻ്റെ തുടക്കം. അവിടെ നിന്ന് ആ വാർത്ത പുറത്തുവിട്ടപ്പോൾ കോൺഗ്രസിനോ കോൺഗ്രസിലെ ചില ഗ്രൂപ്പുകൾക്കോ ഉണ്ടായ ഒരു വലിയ നഷ്ടം, അതിന് കണക്ക് തീർക്കാനായി കാത്തുകെട്ടി കിടക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ്, അവരുടെ സൈബർ ആക്രമണങ്ങൾ കുറേ നമ്മൾ കണ്ടു. നമ്മളതിന് കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റ് പല രീതിയിലും എങ്ങനെയാണ് നമ്മളെ വളഞ്ഞതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതാ കായികമായും ആക്രമിക്കുന്നു. എവിടെ കണ്ടാലും അടിക്കുക എന്ന ഒരു നിർദ്ദേശം വന്നതുപോലെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ ഇന്ന് രാവിലെ എന്തെങ്കിലും സംഭവം ഉണ്ടായി അതിൻ്റെ പേരിൽ പോലീസിനെതിരെ പ്രതിഷേധിച്ച് കൺട്രോൾ പോയി നിൽക്കുന്ന ജനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ആക്രമിച്ചൊന്നുമല്ല. റിപ്പോർട്ടർ ടി വിയെ തെരഞ്ഞു പിടിച്ചാണ് ആക്രമിച്ചത്. അവിടെ വേറെ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നല്ലോ, ഒരാളെയും തൊട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് വിഷയം. ശരി, കോൺഗ്രസിന് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ, കോൺഗ്രസ് നേതാക്കൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ കാണാം. റിപ്പോർട്ടിങ്ങിന് ഇനിയും ഉണ്ടാകും, കോൺഗ്രസിൻ്റെ പരിപാടികൾ നമ്മൾ ഇനിയും പോവുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഷാഫി പറമ്പലിന് എതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഷാഫി പറമ്പലിനെ ആക്രമണം നടത്തിയത് ശരിയല്ലെന്നും നമുക്ക് കേട്ടപ്പോൾ തന്നെ ഇതിനകത്ത് ഏകപക്ഷീയമായ ആക്രമണമാണ് ഷാഫി പറമ്പലിനെതിരെ ഉണ്ടായതെന്നും ആദ്യമായി ബോധ്യപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരു സംഘമാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ച CP നേതാക്കളോട് നമ്മൾ ചോദിച്ചത്. അപ്പോൾ തന്നെ ഇന്ന് കോൺഗ്രസ്സുകാർ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച 2 മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, അവർ തന്നെയാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ ആദ്യ സൂചന നൽകിയവരാണ് അഭിലാഷും അതുപോലെ തന്നെ സാനിയോയും. അവരാണ് ഇന്ന് രാവിലെ ഷാഫി പറമ്പലിനെതിരെയുള്ള പോലീസിൻ്റെ ആക്രമണം ഏകപക്ഷീയമായിരുന്നെന്നും ഈ വലിയ തർക്കം നടക്കുന്നതിനിടയിൽ ഒരു ലാത്തി വളരെ കൃത്യമായി അയാളുടെ തലയ്ക്ക് നേരെ വരുന്നതെന്നും ഒരു തവണയല്ല 3 തവണ എന്നും റിപ്പോർട്ട് ചെയ്ത് അതേ ആളുകളെ തന്നെയാണ് തല്ലിയത് കേട്ടോ. അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇത്. വളരെ ആലോചിച്ചുറപ്പിച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഈ സംഭവം നടന്നതിന് ശേഷം ഒരു കാരണവശാലും സർക്കാരിനെയോ പോലീസിനെയോ ആരെങ്കിലും ന്യായീകരിക്കുന്ന ഒരു നിലപാടും അത് റിപ്പോർട്ടർ ടി വി എന്നല്ല ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് മാധ്യമപ്രവർത്തനം. കോൺഗ്രസ്സുകാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു തരാം. അങ്ങനെയാണ് മാധ്യമപ്രവർത്തനം. ഇനി നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു എന്നതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് മാറ്റാനും പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നുള്ളത് ഇത് ഇന്ന് തുടങ്ങിയതല്ല. നമ്മൾ ശബരിമല സ്ത്രീ പ്രവേശ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് കണ്ടത്. ഇന്ന് ചില നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞു അത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അന്ന് അതുപോലും ഉണ്ടായില്ല. ഒരാളും നന്നായിപ്പോയി എന്നാണ് പറഞ്ഞത്. CPMൻ്റെ ഭാഗത്തുനിന്നും ഇതുപോലെ തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് പ്രശ്നം? കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ, അതിപ്പോൾ ഒരു റിപ്പോർട്ടർ വാർത്ത ചെയ്തു എന്നുള്ളതല്ല, ഒരു റിപ്പോർട്ടർ വാർത്ത ചെയ്താൽ അയാളുടെ മുഴുവൻ സംഘത്തെയും അയാളുടെ കമ്പനിയെയും അയാളുടെ പ്രസ്ഥാനത്തെയും ആക്രമിക്കുക എന്നുള്ളത് ഒരു പുതിയ നോർമലായി മാറിയിട്ടുണ്ട്. അതിൻ്റെ പല സംഭവ വികാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ചാനലിനെ ഒരു പ്രത്യേക പത്രത്തെ ആക്രമിക്കണമെന്ന് തോന്നും. മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേറെ ആളുകളെ ആക്രമിക്കണമെന്ന് തോന്നും. ഇങ്ങനെ ആളുകളെ കള്ളിയിൽ തിരിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഫോട്ടോഗ്രാഫർമാർക്ക് അടി കിട്ടും, നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശാഭിമാനി ഫോട്ടോഗ്രാഫറെ തെരഞ്ഞുപിടിച്ച് അടിച്ച പല സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് തിരുവനന്തപുരത്ത്. അതേസമയം കണ്ണൂരിൽ ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ പോലും, ഇതിപ്പോൾ BJPക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലും ദേശാഭിമാനിയുടെ ഒരു ഫോട്ടോഗ്രാഫർക്ക് സുഗമമായി പോകാമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാരണം അയാൾ മാധ്യമപ്രവർത്തകനാണ്, അയാൾക്ക് ആ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നൊരു പൊതുബോധമുണ്ടായിരുന്നു. ഇന്ന് ആ സാധനമില്ല. അവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. അത് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ബാധകവുമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതിനൊരു രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്തോ എന്ന ഒരു നിർദ്ദേശം കൊടുത്തതുപോലെയാണ് നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി. അതാണ് കേരളത്തിലെ രീതി. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക എന്നുള്ളത് അത് കുഴപ്പമില്ല, 2 എണ്ണം കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് എല്ലാ ഒരു കോൺഗ്രസിൻ്റെ മാത്രമല്ല, CPMൻ്റെ മാത്രമല്ല, BJPയുടെ മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിലെ രീതി അതാണ്. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നിഷ്പക്ഷമായ ഒരു സ്ഥലത്തേക്ക് പോകാൻ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടേക്ക് വരാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മാധ്യമപ്രവർത്തകരെ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് കയറ്റൂ. 2 കൂട്ടരും അങ്ങനെ വന്നാൽ അവർ മാത്രം റിപ്പോർട്ട് ചെയ്താൽ ആ വാർത്ത ആര് വിശ്വസിക്കും? ഈ എതിർപക്ഷത്തെയും കൂടെ, നിങ്ങൾ വിചാരിക്കുന്ന എതിർപക്ഷത്തെ കൂടെ അങ്ങോട്ടൊന്ന് കയറ്റി വിട്ട് അവരും കൂടെ കാര്യങ്ങൾ അറിയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ചുരുക്കത്തിൽ വാർത്തകൾ കള്ളിതിരിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ അണികൾ, ഇപ്പുറത്ത് വേറെ പാർട്ടി, വേറെ അണികൾ, വേറെ രാഷ്ട്രീയ പ്രവർത്തകർ, ഇങ്ങനെ കള്ളിതിരിക്കാനാണ് പരിപാടി. അത് ജനാധിപത്യത്തിന് വളരെ വലിയ ദോഷം ചെയ്യുന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായോ എന്തോ അതറിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെയാണെങ്കിലും, ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും
ഇന്നലെ ഷാഫി പറമ്പലിനെതിരെ നടന്ന ആക്രമണം പോലീസ് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നലെ മുതൽ CPM നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഷാഫി പറമ്പലിൻ്റെ ഷോ ആയിരുന്നു അത്. ഇന്നും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട CPM നേതാവ് നമ്മുടെ ഷോയിൽ നിന്ന് പറയുന്നത് കേട്ടു, ഒരു വെള്ള തുണി വരുന്നു, ആ വെള്ള തുണി മുഖത്തേക്ക് ഒന്ന് തൂത്ത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഷാഫിയുടെ മുഖത്ത് മുഴുവൻ ദേഹത്ത് മുഴുവൻ രക്തം വന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സാർ ഹോസ്പിറ്റലിൽ അയാൾക്ക് സർജറി നടത്തിയത്? അതും തട്ടിപ്പാണോ? ഇനിയിപ്പം ഹോസ്പിറ്റലുകാരെയും പറ്റിച്ചോ? അങ്ങനെയൊന്നും നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ലല്ലോ. ഏകപക്ഷീയമായ ആക്രമണമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളാണ്. ഞങ്ങൾ പ്രകടനം നടത്തി, ആ പ്രകടനത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞുപോയി, പിന്നെ പോലീസും കോൺഗ്രസിൻ്റെ ആളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പോലീസ് എന്താ ഇവരെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പ്രകടനം നടത്താൻ അനുവദിക്കാത്തത്? അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? അപ്പോൾ അപ്പുറത്തെ UDF-കാരും CPM-കാരും നിരം നിൽപ്പുണ്ടാവണം. ഇനി അല്ലെങ്കിൽ ഇപ്പോൾ സജീഷാണെന്ന് തോന്നുന്നു, SK സജീഷാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സജീഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ CPM-ൻ്റെ ആളുകളെല്ലാം പിരിഞ്ഞുപോയി. അപ്പോൾ പിന്നെ കോൺഗ്രസ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ബോധപൂർവം ഇവർ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ജാഥ നടത്തണ്ട എന്നങ്ങ് തീരുമാനിച്ചതാണ്. ശരി, അതും നമുക്ക് തൽക്കാലം ഒരു സംഘർഷം ഉണ്ടാകും എന്ന് വിചാരിച്ച് പോലീസ് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതി ആ സ്ഥലത്തേക്ക് വരികയാണ്. അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. വന്ന അധികം സമയമാകുന്നില്ല. അപ്പോഴേക്കും ഒരു പ്രകോപനത്തിൻ്റെ സാധ്യത പോലുമില്ല. ലാത്തി ചാർജ് തുടങ്ങിയിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഇവരുടെ ഭാഗത്തുനിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അടിയുണ്ടതായി നമ്മൾ അറിയുന്നില്ല. ചെറിയ ഒന്നുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ലാത്തി വരുന്നത്. ലാത്തി കൃത്യം തലയ്ക്കാണ്. ഇത് ആകസ്മികമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഷാഫി പറമ്പലിൻ്റെ ഷോ ആണെന്ന് ഇതിനെ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ വേറെ കുറേ ഷോ കൂടി CPM-കാരുടെ ഓർമ്മയ്ക്കായിട്ട് പറയാം. തിരുവനന്തപുരത്ത് SFIയുടെ സമരം നടക്കുമ്പോൾ വളരെ വലിയ തെരുവ് യുദ്ധം നടന്ന് അവസാനം യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് SFIക്കാർ നിൽക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ നേതാക്കൾ വരും. കോടിയേരി ബാലകൃഷ്ണൻ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, തോമസ് ഐസക് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പിണറായി വിജയൻ വന്നത് കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരും. നേതാക്കൾ വന്നാൽ ആ തെരുവ് യുദ്ധം അവിടെ അവസാനിക്കുകയും പോലീസും സംയമനമാവുകയും ആ വിഷയം അവിടെ തീരുകയുമാണ്. ഒരു ജനപ്രതിനിധി പക്ഷേ ഇപ്പോൾ വരുമ്പോൾ പോലീസിനത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു ജനപ്രതിനിധി, അതൊരു MP ആണ്. നിങ്ങളുടെ സർക്കാരിൻ്റെ കൂടെയല്ലാത്ത ഒരു MP എന്നതുകൊണ്ട് മാത്രം അയാൾക്കെതിരെ ഇങ്ങനെയൊരു അതിക്രമം നടത്താമോ? ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോയി എന്ന് പറയണ്ട. പക്ഷേ അയാളുടെ ഷോയാണെന്ന് പറയുകയും അയാൾ തോർത്തിൽ മഷിക്കുപ്പി കൊണ്ടുവന്ന് മഷി തേച്ചിട്ട് മുഖത്ത് എല്ലാം കൂടെ വാരി തേച്ചതാണെന്ന് പറയുന്നത് എന്ത് തരം മര്യാദയാണ്? എന്ത് തരം രാഷ്ട്രീയ രീതിയാണ്? ഷാഫി പറമ്പിൽ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. മൂക്കിന് 2 പൊട്ടലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാര്യത്തിൽ ഞാൻ പോലീസിൻ്റെ ഒപ്പവുമില്ല. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് അവിടെ നടത്തിയ കാളികൂളി സംഘത്തിൻ്റെ ആ ഷോയ്ക്കൊപ്പവും ഞാനില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, പോലീസ് എങ്ങനെയാണോ കോൺഗ്രസിനെ വേട്ടയാടുന്നത്, ഇന്നത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ പറയുകയാണ്, അതിനേക്കാളും രൂക്ഷമാണ് മാധ്യമപ്രവർത്തകരെ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ TVയുടെ മാധ്യമപ്രവർത്തകരെ വഴിയിൽ കിട്ടിയാൽ തല്ലണം എന്ന ഒരു നിർദ്ദേശം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. Meet the editors.